നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അതിനുള്ള ശിക്ഷയായിട്ട് ഇതിരിക്കട്ടെ. കണ്ടവരുടെ കൂടെ അഴിഞ്ഞാടി നടക്കുന്നത് ഞാനല്ല, നീയാ. ഞാൻ ജീവിക്കുന്നത് കഷ്ടപ്പെട്ട് ജോലി എടുത്ത് സമ്പാദിച്ചിട്ടാ. നീ ഇപ്പൊ പേര് പറഞ്ഞ് വല്ലാതെ അഹങ്കരിക്കുന്ന ഗൗതമിനെ പോലും നീ എന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചതാ. ഗൗതമിനെ തട്ടിപ്പറിച്ചതിന് ഇതിരിക്കട്ടെ. കുട്ടിക്കാലം മുതല് നീ എന്നെ ഒരു ശത്രുവായിട്ടാ കണ്ടിരുന്നത്. പലപ്പോഴും നിനക്കിട്ട് രണ്ട് പൊട്ടിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിലും അതിന് കഴിഞ്ഞില്ല. ആ കലിയെല്ലാം തീർത്ത് ഒന്നുകൂടി ഇരിക്കട്ടെ. ഇടീന്നോ? വിളിക്കുമ്പോഴാ ഞാൻ ഓർത്തത് ഞാൻ നിന്റെ ചേച്ചിയാ. ചേച്ചിന്ന് വിളിക്കടി, ചേച്ചിന്ന് വിളിക്കടി. എന്തിനാ വീണ്ടും മോളിലേക്ക് പോന്നെ? കലിപ്പ് തീരുന്നില്ല മോളെ. ഗൂഗിളിനെ പൂട്ടിയിട്ട കാര്യം ഇപ്പോഴാ ഓർത്തത്. ഉയരങ്ങളിൽ എത്തുന്തോറും അടിക്ക് ചൂട് കൂടും. ഇത് നീ സ്കൂളിലെ ടീച്ചറാണെന്ന് ഗൗതമിനോട് കള്ളം പറഞ്ഞതിന്. ഇനി ഒരാവശ്യമില്ലാതെ എന്നെ ഈ ലിഫ്റ്റിൽ കയറ്റി തല്ലിയതിന്. ഇനി വേണോ? പ്ലീസ്, എന്നെ ഇനി തല്ലരുത്. നീ ഗൗതമിനെ കാണാൻ വന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. ഈ രൂപത്തിൽ മുമ്പിൽ ചെല്ലാതിരിക്കുന്നതാ നല്ലത്. എന്തു പറ്റിയെന്ന് ചോദിച്ചാ എന്തു പറയും? നീ എന്നെ തല്ലിന്ന് പറയും. നീ എന്നോ? അല്ല, ചേച്ചി. ഞാൻ തല്ലിന്ന് പറഞ്ഞ ഗൗതം എന്നോട് ചോദിക്കും എന്തിനാ തല്ലിയെന്ന്. അപ്പൊ എനിക്ക് സത്യമൊക്കെ പറയേണ്ടി വരും. അത് വേണോ? വേണ്ട. എങ്കിലേ പൊന്നുമോള് പൊയ്ക്കോ. പോ. ആ, നീ വന്നോ? ഞാൻ ഈ ആഭരണങ്ങളൊക്കെ ഒന്ന് നോക്കുമായിരുന്നു. ധൃതി വെച്ച് കല്യാണം നടത്തേണ്ടി വന്ന ഉള്ള സ്വർണ്ണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ പോലും പറ്റിയെന്ന് വരില്ല. ആഭരണം എനിക്ക് വെച്ചോണ്ടൊന്നും ഒരു കാര്യമില്ല. കല്യാണം നടക്കുമെന്ന് എനിക്ക് തോന്നണില്ല. എന്തു പറ്റി? എനിക്ക് സൂക്കേടാണെന്ന് പറഞ്ഞിട്ടും ഗൗതം വിശ്വസിച്ചില്ലേ? അമ്മ എന്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്ക്. അയ്യോ, എന്താ നിന്റെ മുഖത്ത് ചുവന്ന് തിണിർത്ത് കിടക്കുന്നേ? നിന്നെ ആരെങ്കിലും തല്ലിയോ? തല്ലി. എന്നെ ലിഫ്റ്റ് വലിച്ചു കയറ്റി തലങ്ങും വിലങ്ങും തല്ലി. ആര്? ഗൗതോ? എന്റെ ദൈവമേ, ഈ ക്യാൻസർ രോഗിയുടെ മോളെ തല്ലിയവൻ ഒരു മനുഷ്യനാണോ? എന്നെ തല്ലിയത് ഗൗതമല്ല, നിധിയാ. അവളിപ്പോ ഫുൾ ടൈം ഗൗതമിന്റെ കൂടെയാ. ഞാൻ ചെന്നപ്പോ അവള് ഗൗതമിന്റെ ഓഫീസിലുണ്ടായിരുന്നു. അവളെന്തിനാ അവിടെ പോയത്? അമ്മയ്ക്ക് മനസ്സിലായില്ലേ? അവള് ഗൗതമിനെ മയക്കിയെടുക്കാൻ ശ്രമിക്കുക. എന്നെ കല്യാണം കഴിക്കുന്ന ആളെ കാണരുതെന്ന് പറയാനേ എനിക്ക് അവകാശമില്ലേ? ഞാൻ അത്രേ പറഞ്ഞുള്ളൂ. അതിന് അവൾ എന്നെ ലിഫ്റ്റിൽ വലിച്ചു കയറ്റി ഒരുപാട് തല്ലി. എന്റെ മുഖം കണ്ടില്ലേ? നല്ല കാശ്മീരി ആപ്പിള് പോലെ ഇരുന്ന മുഖം അവൾ തള്ളി പദം വരുത്തി. ചീഞ്ഞ തക്കാളി പോലെ ആക്കി. നിനക്ക് ആളെ വിളിച്ചു കൂട്ടി ഗൗതമന് മുന്നിൽ അവളുടെ തനി നിറം വ്യക്തമാക്കായിരുന്നില്ലേ?
ഈ മുഖം വെച്ച് ഞാൻ എങ്ങനെ ഗൗതമിന്റെ മുൻപിൽ പോവും? മുഖം ആരെയും കാണിക്കാതെ ഇവിടെ വരെ വന്ന ബുദ്ധിമുട്ട് എനിക്കറിയാം. ദേ, അവളിങ്ങനെ ഗൗതമിനെ ഒട്ടാൻ തുടങ്ങിയ നമ്മുടെ ക്യാൻസർ നമ്പർ ഒന്നും ഏക്കില്ലമ്മേ. ഇത് ഞാൻ അങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല. എന്റെ മോളുടെ ദേഹത്ത് കൈവച്ച അവളെ ഞാൻ ശരിയാക്കും. വാ. കണ്ടോടി, നിന്റെ മോൾ ഇവളോട് കാണിച്ച മര്യാദ കേട് കണ്ടോ? എന്താ എടുത്തി? ഇവളുടെ മുഖത്തേക്കൊന്ന് നോക്ക് നീ. നിന്റെ നിധി തല്ലി പദം വരുത്തിയതാ. എന്തിന്? നിന്റെ മോള് ഗൗതമിനെ വളച്ചെടുക്കാൻ ശ്രമിച്ചു. അത് ഇവള് ചോദ്യം ചെയ്തേന്. അവൾ അങ്ങനെ ആരെയും വളച്ചെടുക്കാൻ ശ്രമിക്കില്ല. പിന്നെയല്ലേ ഇവൾക്ക് കല്യാണം ആലോചിക്കുന്ന ആളെ. ആന്റിയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്തതുകൊണ്ട് അവൾക്കൊന്നും പറയാൻ വയ്യ. അവള് വേറെ വഴിക്ക് ഗൗതമിനെ എന്നിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുക. നീ വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഞാൻ. അമ്മ എന്താ പറയാൻ പോകുന്നതെന്നൊക്കെ എനിക്കറിയാം. ശിവാനി എന്നേക്കാൾ നേരത്തെ ഇവിടെ എത്തിയപ്പോഴേ ഇതിങ്ങനെ വരുള്ളൂ എന്ന് എനിക്കറിയായിരുന്നു. നീ ഇവളെ തല്ലി ചതച്ചത് എന്തിനാണെന്ന് എനിക്കറിയണം. കയ്യിലിരിപ്പിന്റെ പ്രതിഫലമാണ് ശിവാനിക്ക് കിട്ടിയത്. അതിന്റെ പേരിൽ നിധിയോട് വഴക്കിടണ്ട. ഓഹോ, അപ്പൊ അച്ഛന്റെ അടുത്ത് എന്തൊക്കെ നുണച്ചു കൊടുത്തു കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണല്ലേ? ഇല്ലാത്തതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നീ എന്നെ അധിക്ഷേപിച്ച് എന്റെ മുഖത്തടിച്ചപ്പോ ഞാൻ പ്രതികരിച്ചു. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെയായിരിക്കും. നിന്നെ ഞാനൊന്ന് തല്ലിയപ്പോ നീ എന്നെ തല്ലിച്ചതച്ച് ഇഞ്ചപ്പരുവാക്കിയില്ലേ? അടി തുടങ്ങി കഴിഞ്ഞപ്പോഴേ എന്റെ കൺട്രോൾ പോയി. എങ്കിൽ പിന്നെ കണക്കുകളൊന്നും ബാക്കി വെക്കാതെ തീർത്തേക്കാവുന്നു അങ്ങ് കരുതി. തീർത്തു. ഇവളൊന്ന് തല്ലിയ നിന്റെ കൺട്രോള് പോവോ? എങ്കി ഞാൻ നിനക്കിട്ടൊന്ന് പൊട്ടിച്ചാലോ? നിന്റെ കൺട്രോള് പോകോ? പോകും. ഈ പറഞ്ഞതിന്റെ അർത്ഥം നീ അമ്മയെ തല്ലൂന്നല്ലേ? ആഹാ, എങ്കി അതൊന്ന് കാണണം. അമ്മേ, ചെകിട്ട തന്നെ ഒന്ന് പൊട്ടിക്കാമേ. നിധി, നീ അകത്തു പോ. ഞാൻ പോവില്ലമ്മ. അമ്മായി എന്നെ തല്ലട്ടെ. കേട്ടോ കേട്ടോ, ഇവളമ്മ വെല്ലുവിളിക്കുക. വീഴ്ച നിൽക്കാതെ കൊടുക്കമ്മേ. കൺട്രോള് പോയാ നീ എന്നെ തല്ലൂന്ന് എനിക്കൊന്ന് അറിയണം. അമ്മായിയെ തല്ലുവെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ എന്നെ തല്ലിയാൽ അതിനുള്ള ശിക്ഷ ഞാൻ ഇവൾക്ക് കൊടുക്കും. കൊടുത്തിരിക്കും. ഇപ്പൊ കിട്ടിയതിനേക്കാളും ഭീകരമായിരിക്കും അത്. എന്നെ തല്ലമ്മായി. വേണ്ട വേണ്ട, വിട്ടേക്ക്. എന്തായാലും നീ ഗൗതമിന്റെ ഓഫീസിൽ പോയത് സത്യമാണല്ലോ. അയാളെ വളച്ചെടുക്കാൻ വേണ്ടി അല്ലായിരുന്നു ആ പോക്ക്? അല്ല, നിങ്ങളെ ഒന്നും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ലെങ്കിലും നടന്നത് ഞാൻ പറയാം. സ്കൂളിലെ ആവശ്യത്തിന് വേണ്ടി ഡൊണേഷൻ വാങ്ങാനാ ഞാൻ അവിടെ പോയത്. പിന്നെ ഞാൻ കല്യാണം മുടക്കുമെന്നുള്ള ഭയം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് വേണ്ട. എന്റെ അമ്മയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്തതുകൊണ്ട് ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല.